ഇത് കണ്ടോ? ഇത് റോളക്സിൻ്റെ യാറ്റ് മാസ്റ്റർ 2 എന്ന് പറയുന്ന വാച്ചാണ്. റോളക്സിൻ്റെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് വാച്ചുകളിലൊന്നാണ് യാറ്റ് മാസ്റ്റർ 2. ഇതിൻ്റെ സ്പെക്ക് എന്ന് പറയുന്ന മെയിനായിട്ടുള്ള സ്പെക്ക് എന്ന് പറയുന്നത് 10 മിനിറ്റ്സിൻ്റെ കൗണ്ടർ ടൈമറുള്ള വാച്ചാണ്. യാച്ചിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാച്ചാണ്. കിടു പീസാണ്. ഇത് റോളക്സിൻ്റെ യാറ്റ് മാസ്റ്റർ 2-ൽ വരുന്ന 116680 എന്ന മോഡൽ വാച്ചാണ്. ഇതിനകത്ത് വന്നിരിക്കുന്ന മൂവ്മെൻറ്റ് കാലിബർ നമ്പർ 4161 ആണ്. കാലിബർ നമ്പർ 4161 റോളക്സിൻ്റെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് വാച്ചുകളിലൊന്നാണ്. 360ഓളം മൂവ്മെൻറ്റ് പാർട്സുകളാണ് റോളക്സ് ഈ വാച്ചിൽ ഉപയോഗിച്ചിരിക്കുന്നത്. റോളക്സിൻ്റെ ഡേറ്റൂണ ക്രോണോഗ്രാഫ് വാച്ചുകളിൽ വരുന്ന മൂവ്മെൻറ്റായ 4130 കാലിബർ നമ്പർ 4161ൻ്റെ ബേസ് മൂവ്മെൻറ്റ്. റോളക്സിൻ്റെ മൈക്രോ എഞ്ചിനീയർമാർ ഏകദേശം 4 വർഷത്തോളം എടുത്ത് ഡെവലപ്പ് ചെയ്ത മൂവ്മെൻറ്റാണ് കാലിബർ നമ്പർ 4161. അത്രയ്ക്ക് മാരകമായ കോംപ്ലിക്കേഷനുകളാണ് ഈ വാച്ചിലുള്ളത്. വെർട്ടിക്കൽ ക്ലച്ചിൽ കോളം വീൽ ടെക്നോളജിയും മെക്കാനിക്കൽ മെമ്മറിയിൽ 10 മിനിറ്റ്സിൻ്റെ കൗണ്ട് ഡൗൺ ടൈമറും. അജാതി കിടിലൻ ഗ്രാൻഡ് കോംപ്ലിക്കേഷനാണ് യാറ്റ് മാസ്റ്റർ 2-ലുള്ളത്. ഇനി ഈ വാച്ചിൻ്റെ കൗണ്ട് ഡൗൺ ടൈമർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിക്കാം. 7 സ്റ്റെപ്പുകളാണ് അതിനുള്ളത്. ഫസ്റ്റിലെ നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ ബെസൽ ഓഫ്സെറ്റ് ചെയ്യണം. പിന്നീട് 3 o'clock വരുന്ന മെയിൻ ക്രൗണ് അൺസ്ക്രൂ ചെയ്തതിന് ശേഷം ബോട്ടം പുഷറിൽ ഒരു പുഷ് ചെയ്യുക. ഈ പുഷർ നമ്മൾ യൂസ് ചെയ്തതോടുകൂടി കൗണ്ട് ഡൗൺ ടൈമർ ഓൾറെഡി അലർട്ടായി. അതിനുശേഷം മെയിൻ ക്രൗണിൽ നമ്മൾ 1 മുതൽ 10 വരെയുള്ള ഏത് മിനിറ്റും നമുക്ക് സെലക്ട് ചെയ്യാം. 10 കഴിഞ്ഞാൽ അത് വീണ്ടും റിട്രോഗ്രേഡായിട്ട് 0-ലേക്ക് മടങ്ങി വരും. ബെസൽ ക്ലോക്ക് വൈസിൽ നോർമൽ പൊസിഷനിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അതിനുശേഷം മെയിൻ ക്രൗൺ സ്ക്രൂയിൻ ചെയ്ത് നോർമൽ പൊസിഷനിലേക്ക് ആക്കിയിട്ട് ടോപ്പ് പുഷറിൽ ഒന്ന് പ്രസ് ചെയ്താൽ മതി. കൗണ്ട് ഡൗൺ ടൈമർ സ്റ്റാർട്ടാവും. 1 by 1 ഞാൻ ഒന്നുകൂടി കാണിക്കാം. 1 മിനിറ്റിൻ്റെ കൗണ്ട് ഡൗൺ ടൈമർ ഞാനിപ്പോൾ സ്റ്റാർട്ടാക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ സംഭവിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ബെസൽ നമ്മൾ ക്ലോക്ക് വൈസിൽ ബാക്ക് ടു നോർമലിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ ബോട്ടം പുഷർ ഓട്ടോമാറ്റിക്കലി പോപ്പപ്പ് ചെയ്ത് വെളിയിലേക്ക് വരും. അതൊക്കെ കാണുമ്പോൾ കിട്ടുന്ന ഒരു സുഖം എന്ന് പറയുന്നത് ഒരു 1.5 അനുഭവമാണ്. അത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുകയില്ല. ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ അറിയണം. ഡയലിൽ കാണുന്ന അതേ തരത്തിലുള്ള കൗണ്ട് ഡൗണിൻ്റെ മിനിറ്റ് സ്കെയിൽ തന്നെയാണ് ബെസലിലും കൊടുത്തിരിക്കുന്നത്. 44 mm ആണ് ഈ വാച്ചിൻ്റെ സൈസ്. എന്നാലും ഫസ്റ്റ് ലുക്കിൽ നമുക്കൊരു ഓവർ സൈസ്ഡ് ഫീലാണ് കിട്ടുന്നത്. ഈ വാച്ചിന് ഏകദേശം 25 ലക്ഷം രൂപയ്ക്കടുത്ത് വിലയുണ്ട്.